ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടത്തലയിൽ വന്നിക്കണേ കേട്ടോ കളിക്കാനായിട്ട്. ഇന്ന് പൂജവെപ്പിൻ്റെ ദിവസവുമാണ്, അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയും കൂടിയാണ്, ഒക്ടോബർ 2. അങ്ങനെ ഏട്ടൻ അവിടെ കളിക്കണേണ്. ഇവിടെ മൊത്തം ഒരു കാടിൻ്റെ ഒരു വൈബാണേ. കണ്ടതിനാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അങ്ങോട്ടേക്ക് ഞാൻ പോയായിരുന്നു. എനിക്ക് അവിടെ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കിട്ടിയായിരുന്നു. നല്ല സെറ്റ് സ്ഥലം എന്നുവെച്ചൊരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലം കിട്ടി. നല്ല രസമുണ്ട് കാണാനായിട്ട്. കാടാണ്, മേടിച്ചിട്ടാണ് പോയതെങ്കിലും കണ്ട, ഇതാണ് ഇവിടുത്തെ വൈബ്. ഇവിടെ എല്ലാവരും വണ്ടിയൊക്കെ ഇട്ടേക്കണേണ്. നമുക്ക് ഞാൻ പോയ സ്ഥലം കാണിച്ചു തരാവേ. കണ്ട, മൊത്തം കാടാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അപ്പനാ അതന്നെ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് ഏതൊരു ഗ്രൗണ്ടിൽ നിന്നിട്ട് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പേടി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയത്. എന്നാലും സൂപ്പർ. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പരിപാടി ഇറങ്ങുന്ന വല്ല പച്ചമരുന്നും കൂടി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് വഴി നടന്ന് വന്നത്. കണ്ട, നല്ല രസമില്ലേ കാണാനായിട്ട്. അവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ നിന്നും ഇങ്ങനെ നോക്കാമെന്നു. പ്രവേശനം ഇല്ലാത്തൊരു ഏരിയയൊക്കെ ഉണ്ട്. അതായത് അവർ കളിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ. ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ സംഭവമൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. വെറുതെ ഇങ്ങനെ നടന്നിങ്ങോട്ട് വന്നാണ്. വല്ല പച്ചമരുന്ന് എന്തെങ്കിലും കിട്ടുമോ, ഹെയർ ഓയിലിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. അവനിത് അവിടെ ഭയങ്കര ഇഷ്ടമായി. കണ്ട, നല്ല രസമില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. തിരിച്ചങ്ങോട്ട് തന്നെ അല്ലാണോ കേട്ടോ, ചീത്ത പറയും. കണ്ട, ഇവിടെ എനിക്ക് തോന്നണേ ആരൊക്കെ വന്നിരുന്ന് അങ്ങനെ സെറ്റാവുന്നതാണെന്ന് തോന്നുന്നു. ആരോ വിളിക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ ചേനയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട, ഇവിടെ ആരോ ഇരിക്കണ സ്ഥലമൊക്കെയാണ്. നല്ല രസമില്ലേ. പ്രത്യേക ഒരു തണുപ്പ്. മുകളിലോട്ടൊക്കെ നോക്കണം എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കാണിക്കാൻ മാത്രമല്ല കേട്ടോ, വല്ല പാമ്പെങ്ങാനും കയറി ഇരിക്കണ്ടെന്നും കൂടി നോക്കണമല്ലോ, പേടിച്ചിട്ടാണേ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായ? കണ്ട, നല്ല രസമില്ലേ കാണാനായിട്ട്. അവിടെ ഒരു എന്തിട്ടാണോ, ആഞ്ഞിലിയാണെന്ന് തോന്നുന്നത്. കണ്ട, തിരിച്ചു പോകാം മക്കളെ നമുക്ക്. അവിടെ എനിക്ക് അധികം നേരം നിൽക്കാൻ പേടി. ഞാൻ അങ്ങനെ ഒരു സ്ഥലം കണ്ടുകൊണ്ട് എടുത്താണ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ടവർ പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെന്താ, ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ കൂടെ പോകുമ്പില്ലേ, ഞാൻ എറണാകുളത്ത് വൈപ്പിലാണ് ജനിച്ചത് കൊച്ചി മട്ടാഞ്ചേരിയിലാണെങ്കിലും ഏകദേശം ഒരു പ്രായം വരെ വളർന്നതൊക്കെ നമ്മുടെ വൈപ്പിലാണ്. എന്നാലും ഞാൻ ജനിച്ച സ്ഥലത്തെ ഒരുമിക്ക സ്ഥലങ്ങളും എനിക്കറിയില്ല. ഏട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ വൈപ്പിൻകര തന്നെ മുഴുവനായിട്ടും കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കെല്ലാം പുതുമയുള്ള കാഴ്ചകളാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു ഞാൻ എടുക്കുന്ന വീഡിയോസ്. എന്നുണ്ട, അപ്പം നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കാറാണ് നമ്മുടെ വണ്ടി. അല്ല, നമുക്ക് അതിലും വലിയ ബെൻസാണ്. ഈ മാതിരി കാറുകളൊന്നുമല്ല നമ്മുടെ ബെൻസ്. ബെൻസിനാണ് ഉണ്ടാവുന്നതെന്ന്. നമ്മുടെ ബെൻസ് എടുക്കണം. കണ്ട, അയ്യോ ഏട്ടൻ എന്തേ? ആ ദേ പനി.
ഏട്ടനുണ്ടോ? പോണോക്കി ആണ്ടാ. ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ചാകണം മനുഷ്യൻ വേറൊന്നുമില്ല. പാവം വെയിലത്താണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻ്റ് ഇടണം. ഓക്കെ, നിത്യവും ഞങ്ങളുടെ വീഡിയോയും കാണണം. അപ്പോൾ ഓക്കെ.